നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണ. നമ്മുടെ ചുറ്റുവട്ടം ഇപ്പോൾ യങ്സ്റ്റേഴ്സ് എല്ലാവരിലും ഒരു ട്രെൻഡിങ് കാര്യം എന്താണ്? പ്രോട്ടീൻ പൗഡർ എടുക്കുക അല്ലേ? പ്രത്യേകിച്ച് മിക്കവരും എക്സസൈസ് ചെയ്യുന്നു. അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് പ്രോട്ടീൻ കുറച്ച് വേണം നമ്മുടെ മസിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട്. അപ്പം സപ്ലിമെൻറ്റേഷൻ വേണം എന്നാണ്. എല്ലാവർക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം എപ്പോഴും നമ്മൾ ഏതൊരു കാര്യവും നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം പ്രോട്ടീൻ പൗഡറിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ എടുത്തു പറയാം. ഇപ്പം നമുക്ക് ദഹന പ്രക്രിയ കുറവുള്ളതാണെന്നിരിക്കട്ടെ, അപ്പോൾ ഈ ഹൈ പ്രോട്ടീൻ പൗഡർ എടുക്കുന്ന സമയത്ത് നമുക്ക് ബ്ലോട്ടിങ്, ഗ്യാസ് ഉണ്ടാകാനും നമ്മുടെ ദഹന പ്രക്രിയനെ അത് ഇൻറ്റർഫിയർ ചെയ്യാനായിട്ട് ഒരു കാരണമാകുന്നു. രണ്ടാമത്തെ കാര്യം, മിക്ക ആൾക്കാർക്കും ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്. അതായത് വേ പ്രോട്ടീൻ പോലുള്ള പ്രോട്ടീനകത്തുള്ള ലാക്ടോസ് എന്ന് പറയുന്ന ഒരു അന്നജം നമുക്ക് ദഹിപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇതൊരു ദഹന പ്രശ്നം ഉണ്ടാക്കും. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്താണ്? നമ്മൾ ഓൾറെഡി ഭക്ഷണത്തിൽ മുട്ട, ഇറച്ചി, മീൻ ഇതെല്ലാം കഴിക്കുന്നുണ്ട്. അതിനോട് കൂടെ ഒരുപാട് പ്രോട്ടീൻ കൂടെ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിനെക്കാട്ടിലും അധികമാകാം. അപ്പോൾ നമ്മുടെ കിഡ്നി, നമ്മുടെ വൃക്കകൾക്ക് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാക്കും. കാരണം ഈ പ്രോട്ടീനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട്. അപ്പം എല്ലാവർക്കും എന്താണ് നമുക്ക് ആ ക്രൈറ്റീരിയ പ്രോട്ടീൻ എടുക്കേണ്ടത്? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ് അനുസരിച്ചിട്ട്, നമ്മുടെ പൊക്കം അനുസരിച്ച്, നമ്മുടെ വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണം എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടെന്ന്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 70 കിലോ ഉള്ള ഒരാൾക്കാണെങ്കിൽ 70 ഗ്രാം അറ്റ്ലീസ്റ്റ് ഒരു പ്രോട്ടീൻ എല്ലാ ദിവസവും വേണം. അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു 45 വരെയൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് മിക്കവാറൊക്കെ കിട്ടും. ബാക്കിയുള്ളത് മാത്രം നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ദഹന പ്രക്രിയ അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രോട്ടീൻ എടുക്കാൻ. വേ പ്രോട്ടീൻ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. അപ്പം നമ്മുടെ ദഹനം ഷുവറാക്കിയതിന് ശേഷം വേണം വേ പ്രോട്ടീൻ എടുക്കാൻ. അതിന് പകരമായിട്ട് പ്ലാന്റ് പ്രോട്ടീൻ ഉണ്ട്, പീ പ്രോട്ടീൻ, സോയ് പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇതെല്ലാം നമ്മൾ നോക്കണം വെച്ചാൽ നമുക്ക് അണ്ടർലൈൻ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നമുക്ക് യൂസ്ഫുൾ ആകില്ല. താങ്ക് യു വെരി മച്ച്.